പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ വാച്ച് ഒന്ന് നോക്കിയപ്പോൾ വെറും 15 മിനിറ്റ് ബാക്കി. നിങ്ങളാണ് 4 മാർക്കിൻ്റെയും 5 മാർക്കിൻ്റെയും ചോദ്യങ്ങൾ തുടങ്ങിയിട്ട് പോലുമില്ല. ഇങ്ങനത്തെ സിറ്റുവേഷൻ നിങ്ങൾ ലൈഫിൽ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ള വീഡിയോ ആണ്. പലരും വിചാരിക്കുന്നത് ഈ പരീക്ഷയിൽ ടൈം മാനേജ്മെന്റ് വെച്ചാൽ പെട്ടെന്ന് ആൻസർ എഴുതാന്നൊക്കെയാണ്. അത് വെറും മിത്താണ്. അതൊന്നും പ്രാക്ടിക്കലി നടക്കാൻ പോകുന്നില്ല. നേരെ മറിച്ച് ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെ റിലാക്സ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ആ പരീക്ഷ മുഴുവനായിട്ട് എഴുതാൻ പറ്റേണ്ട രീതിയിൽ എങ്ങനെ പ്ലാൻ ചെയ്യുന്നുള്ള കാര്യമാണ്. ഈ പ്ലാനിങ് ഒരിക്കലും നിങ്ങൾ പരീക്ഷാ ഹാളിൽ ഇരുന്ന് ചെയ്യേണ്ട കാര്യമല്ല. അവിടെ അതിനുള്ള സമയമൊന്നും ഉണ്ടാവില്ല. അത് അതിന് മുൻപ് തന്നെ ചെയ്യേണ്ട കാര്യമാണ്, ഇപ്പോൾ ചെയ്യേണ്ട കാര്യമാണ്. അത് വളരെ സിമ്പിൾ ആയിട്ട് വളരെ എഫക്റ്റീവ് ആയിട്ട് എങ്ങനെ ചെയ്യണം എന്ന കാര്യം ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. ടൈം മാനേജ്മെന്റ് നിങ്ങൾക്ക് ഒരു ഇഷ്യൂ ആണെങ്കിൽ ഇനി മുതൽ അതൊരു ഇഷ്യൂ ആയിരിക്കില്ല. ഏത് പരീക്ഷയും എത്ര ടഫായിട്ട് വന്നാലും എത്ര ലെങ്തി ആയിട്ട് വന്നാലും അത് മുഴുവനായിട്ട് എഴുതി തീർക്കാനും മാക്സിമം മാർക്ക് നേടാൻ വേണ്ടിയിട്ടും ഈ വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യം തന്നെ നിങ്ങൾ പരീക്ഷാ ഹാളിൽ കയറുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഒരു സിമ്പിൾ കാൽക്കുലേഷൻ ആണ്. അത് ചെയ്തിട്ട് മാത്രം നിങ്ങൾ പരീക്ഷാ ഹാളിലേക്ക് കയറാൻ പാടുള്ളൂ. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പരീക്ഷയുടെ ടോട്ടൽ ടൈം കണ്ടുപിടിക്കുക. അത് ജസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും എത്രയായിരിക്കും ടോട്ടൽ ടൈം എന്നുള്ള കാര്യം. അത് ഓരോ പരീക്ഷയും കുറച്ച് ഡിഫറൻ്റ് ആയിരിക്കും ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഒരു 2 hours എക്സാം ആണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അത് മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക. കാരണം ഈ അവേഴ്സ് വെച്ചിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മിനിറ്റ്സിലേക്ക് കൺവേർട്ട് 60 കൊണ്ട് മൾട്ടിപ്ലൈ 120 മിനിറ്റ് എന്ന് കിട്ടി. ഇത് കിട്ടിയതിനു ശേഷം നിങ്ങൾ നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത് നിങ്ങളുടെ പരീക്ഷാ പേപ്പറിൽ എത്ര സെക്ഷൻസ് ഉണ്ടെന്നുള്ള കാര്യമാണ്. അത് നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ പേപ്പർ നോക്കിയാലോ അല്ലെങ്കിൽ നിങ്ങളുടെ മോഡൽ എക്സാമിൻ്റെയോ അല്ലെങ്കിൽ ഓണപ്പരീക്ഷയോ ക്രിസ്മസ് എക്സാം നോക്കിയാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എത്ര സെക്ഷൻ ഉണ്ടെന്നുള്ള കാര്യം. ഓരോ സെക്ഷനും ഓരോരോ മാർക്ക് ആയിരിക്കും ഉണ്ടാവുക. ഓരോ സെക്ഷനിലും എത്രയാണ് ടോട്ടൽ മാർക്സും കൂടെ ജസ്റ്റ് ഒരു ടേബിളിൽ ഇങ്ങനെ ആക്കി വെക്കുക. ഇതൊക്കെ ചെയ്യാൻ വേണ്ടി വെറും 2 മിനിറ്റ് എടുക്കുള്ളൂ. അതിനുശേഷം നിങ്ങൾ തീരുമാനിക്കേണ്ടത് ഓരോ സെക്ഷനും നിങ്ങൾ അത്ര സമയം കൊടുക്കുന്നുള്ള കാര്യമാണ്. ഇത് ഞാൻ പറയാൻ കാരണം മിക്ക കുട്ടികളും ഈ 1 മാർക്ക് സെക്ഷനൊക്കെ പെട്ടെന്ന് എഴുതി തീർക്കും. രണ്ടാമത്തെ 2 മാർക്ക് സെക്ഷനിലേക്ക് കിടക്കുമ്പോഴത്തേക്കും അതിൽ ഈസി ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് അറിയുന്നത് അതിൽ കുറേ സമയം ചിലവാക്കും. കാരണം നന്നായിട്ട് എഴുതണമല്ലോ. അപ്പോൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് പാരഗ്രാഫ് ഒക്കെ എഴുതി എസ്സേ പോലെ എഴുതി കുറച്ച് സമയം അവിടെ കളയും. ടഫ് ചോദ്യം വന്നാലും എന്ത് ചെയ്യും? അയ്യോ ടഫാണല്ലോ, ഇനിയിപ്പോൾ ചെയ്തിട്ടേ പോകുള്ളൂ, 2 മാർക്ക് എന്തായാലും മിസ് ചെയ്യാൻ പറ്റില്ല. അതിങ്ങനെ ചെയ്യാൻ വേണ്ടി കുറേ സമയം കളയും. അങ്ങനെ 2 മാർക്കിലും 3 മാർക്കിലും ഈ ഒരു പരിപാടി ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ നോക്കുമ്പോൾ ഞാൻ ആദ്യം വീഡിയോയുടെ സ്റ്റാർട്ടിങ് പറഞ്ഞ സെനാരിയോ ആയിരിക്കും. അതായത് പരീക്ഷ കഴിയാൻ വേണ്ടി വെറും 20 മിനിറ്റ് ഉണ്ടാവുള്ളൂ. നിങ്ങളാണ് ഈ 2 സെക്ഷൻസ് ഏറ്റവും വെയിറ്റേജ് കൂടിയ സെക്ഷൻസ് തുടങ്ങിയിട്ട് പോലും ഉണ്ടാവില്ല. അപ്പോൾ ഇതൊരു ഭയങ്കര ബ്ലണ്ടറാണ്. ഈ ഒരു ബ്ലണ്ടർ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം എന്താണ്? സെക്ഷൻ വൈസ് ടൈം ലിമിറ്റ് കൊടുക്കുക. അതായത് ഓരോ സെക്ഷനും നിങ്ങൾ എന്ത് ചെയ്യുക, ഇത്ര സമയമേ ഞാൻ അനുവദിക്കുള്ളൂ എന്നുള്ള കാര്യം നേരത്തെ തീരുമാനിക്കുക. അതെങ്ങനെ തീരുമാനിക്കുക? എത്രത്തോളം മാർക്സ് ഓരോ സെക്ഷൻ ഉണ്ടോ അത്രത്തോളം ടൈമാണ് കൊടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ 1 മാർക്കിന്റെ സെക്ഷനിൽ ടോട്ടൽ 5 മാർക്ക് ആയിരിക്കും ഉണ്ടാവും. അതിന് ഞാൻ 5 മിനിറ്റ് കൊടുത്താൽ മതി. കാരണം 1 മാർക്ക് ചോദ്യങ്ങളൊക്കെ എനിക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്ത് പോകാൻ പറ്റും. എന്നാൽ 2 മാർക്കിന്റെ സെക്ഷനിൽ വരുമ്പോൾ ടോട്ടൽ 10 മാർക്സ് ആണുള്ളത്. എനിക്കൊരു 20 മിനിറ്റ് വേണ്ടി വരും. പക്ഷേ 20 മിനിറ്റ് മതി. കാരണം അവിടെ നിങ്ങൾക്ക് 12 മാർക്കിന്റെ സെക്ഷൻ കിടപ്പുണ്ട്. അവിടെ നിങ്ങൾ 25 മിനിറ്റ് എങ്കിലും സ്പെൻഡ് ചെയ്യണ്ടേ. അതേപോലെ 18 മാർക്കിന്റെയും 15 മാർക്കിന്റെയും 30-40 മിനിറ്റ് വീതം നിങ്ങൾ മിനിമം സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് നോക്കുമ്പോഴായിരിക്കും കൃത്യം നിങ്ങൾക്ക് 120 മിനിറ്റ്സ് കിട്ടുക. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ വളരെ ക്ലിയർ ആണ്. ഒരു സെക്ഷനും ഭയങ്കര ടൈമൊന്നും നിങ്ങൾക്ക് കിട്ടില്ല അല്ലെ. 2 മാർക്ക് സെക്ഷനിൽ കൂടിപ്പോയി 20 മിനിറ്റ് അവിടെ നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ. ഇതൊക്കെ അപ്പർ ലിമിറ്റ് ആണ്. നിങ്ങൾ 20 മിനിറ്റ് 15 മിനിറ്റ് തീർത്താൽ നിങ്ങൾക്ക് ആ ഒരു ടൈം എന്ത് ചെയ്യാം, ബാക്കിയുള്ള സെക്ഷൻ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടും അവസാനം പേപ്പർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നത്. അത് വേറെ കാര്യം. പക്ഷേ ഈ ഒരു ലിമിറ്റിനുള്ളിൽ തന്നെ നിൽക്കണം. പല കുട്ടികളും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഈ ലിമിറ്റ് ഒന്നും അവരുടെ മനസ്സിലേ ഉണ്ടാവില്ല. ഇതങ്ങോട്ട് എഴുതാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ 1/2 മണിക്കൂറും ചിലപ്പോൾ 40 മിനിറ്റ് 3/4 മണിക്കൂറൊക്കെ അതിൽ തന്നെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഈ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ഉണ്ടാക്കാതെ ആദ്യം തന്നെ എക്സാം ഹോളിൽ കയറുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ലിമിറ്റ്, ഇത് കൃത്യം ഇത് ടൈമിൽ തീർക്കണം എന്നല്ല പറയുന്നത്, ഈ ലിമിറ്റ് ഉണ്ടാക്കണം. ഇത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ പരീക്ഷ എഴുതുമ്പോഴേ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവും നിങ്ങൾ എവിടെയാണ് ഉള്ളതെന്നുള്ള കാര്യം. നിങ്ങൾ മുന്നിലാണോ നിങ്ങൾ ബാക്കിലാണോ, അതിനനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും. പരീക്ഷ 9 മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് 5 മിനിറ്റ്, നിങ്ങൾ 9:05 ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അറിയാം ഓക്കെ ഇത് ഞാൻ തീർക്കണം. ഏതാണ്ട് അടുത്ത ഒരു 20 മിനിറ്റിൽ 9:25 ആകുമ്പോഴത്തേക്ക് ഞാൻ ഏകദേശം ഇത് തീർത്തിരിക്കണം. അത് 9:25 9:30 ആയി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ തീർത്തില്ലെങ്കിൽ അടുത്ത സെക്ഷനിലേക്ക് പോയിക്കോണം, അവിടെ തന്നെ നിൽക്കരുത്. എന്നിട്ട് ഇത് 40 മിനിറ്റ് ടൈം ഉണ്ട്. അങ്ങനെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യില്ല. ഈ ഏറ്റവും മാർക്കുള്ള ഈ ലാസ്റ്റ് പോർഷൻ ഒക്കെ നിങ്ങൾ മിസ് ചെയ്യാൻ പോകുന്നില്ല. അപ്പൊ ഇതുവരെ നിങ്ങൾ ഈ പരിപാടി ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇത് നിങ്ങൾ ചെയ്തു കൊടുക്കുക. നിങ്ങളുടെ നെക്സ്റ്റ് എക്സാമിന്റെ ടോട്ടൽ ടൈം കണ്ടുപിടിക്കുക, ടോട്ടൽ മാർക്സും സെക്ഷൻസും ഏകദേശം ഒരു ഐഡിയ ഉണ്ടാക്കുക, എന്നിട്ട് ഈ ഒരു ടേബിൾ ഉണ്ടാക്കുക. ഇനി പരീക്ഷാ ഹാളിൽ ഇരിക്കുമ്പോൾ എന്തെങ്കിലും സെക്ഷൻസിലൊക്കെ മാറ്റം വന്നാൽ
നിങ്ങൾ അതിനനുസരിച്ച് ഒന്ന് മോഡിഫൈ ചെയ്താൽ മതി. ഇതൊന്നും പ്രത്യേക ഒരു ഫോർമുല വെച്ചിട്ടൊന്നല്ല ടൈം തീരുമാനിച്ചിരിക്കുന്നത്. ജസ്റ്റ് കോമൺ സെൻസ് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലായി എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 120 മിനിറ്റ്സ് കിട്ടണം. മാർക്കിനനുസരിച്ച് നമ്മൾ ടൈം അലോട്ട് ചെയ്യണം. ലോജിക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അതിനുള്ള പ്രത്യേകിച്ച് ഫോർമുല ഒന്നും ആവശ്യം പോലും ഇല്ല. അപ്പൊ ഇതാണ് നമ്മൾ ചെയ്തിരിക്കേണ്ട ഫസ്റ്റ് മെത്തേഡ്. രണ്ടാമത്തെ കാര്യം നിങ്ങൾ നോക്കേണ്ടത്, പ്രത്യേകിച്ച് പരീക്ഷയ്ക്ക് ടഫായി വരികയാണെങ്കിൽ, കുറേ നിങ്ങൾ നോക്കുമ്പോൾ 1 മാർക്ക് സെക്ഷനിലും 2 മാർക്ക് സെക്ഷനിലും നിങ്ങൾക്ക് അറിയാത്ത ചോദ്യങ്ങൾ, ഓക്കെ, നിങ്ങൾ ഫെമിലിയർ അല്ലാത്ത ചോദ്യങ്ങൾ, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, സെക്ഷൻ വൈസ് പോകരുത്. ഫസ്റ്റ് സെക്ഷൻ എഴുതുന്നു, സെക്കൻഡ് സെക്ഷൻ എഴുതുന്നു, അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ 2 പ്രശ്നങ്ങളുണ്ടാവും. ഒന്ന്, നിങ്ങളുടെ പേപ്പർ ടീച്ചർ കറക്റ്റ് ചെയ്യുന്ന സമയത്ത് ടീച്ചർ നോക്കുമ്പോൾ ഫസ്റ്റ് സെക്ഷനിലും സെക്കൻഡ് സെക്ഷനിൽ കുട്ടിക്ക് ഒന്നും അറിയില്ല, ഫുൾ പൊട്ടത്തെറ്റാണ്, മൊത്തത്തിൽ ഇംപ്രഷൻ പോകും. അതൊരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, നിങ്ങൾക്ക് അറിയാത്ത സെക്ഷനിൽ നിങ്ങൾ ഇങ്ങനെ കുറേ ടൈം സ്പെൻഡ് ചെയ്യും. ആ ടൈമൊക്കെ നിങ്ങൾ ചിലപ്പം ഈ വലിയ വലിയ എസ് എ ക്വസ്റ്റ്യൻസിൽ, സോഷ്യൽ പോലത്തെ സബ്ജക്ട്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഫിസിക്സ് പോലത്തെ സബ്ജക്ട്സ് ആണെങ്കിൽ വലിയ വലിയ ഡെറിവേഷൻ ഉള്ള സ്ഥലത്ത് നിങ്ങൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്താണ് ഈ 15 മാർക്കും 12 മാർക്കും കിട്ടുമായിരിക്കും. അതാണ് നിങ്ങൾ വെറുതെ 5 മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെറുതെ കളയുന്നുണ്ടാവാം. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ ചെയ്തിരിക്കേണ്ടത് ഒരു 2 റൗണ്ട് അപ്രോച്ച് എടുക്കുക. അതായത് ബേസിക്കലി നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ, നിങ്ങളുടെ ആൻസർ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ വെറുതെ ഓർഡറിൽ എഴുതാതെ ആദ്യത്തെ റൗണ്ടിൽ നിങ്ങൾക്ക് 100% ഉറപ്പുള്ള ചോദ്യങ്ങൾ ഉണ്ടാവില്ലേ, അതിന്റെ മാത്രം ആൻസേഴ്സ് എഴുതുക. അങ്ങനെ നിങ്ങൾ മൊത്തം പേപ്പറിൽ നിങ്ങൾക്ക് അറിയുന്നത് മാത്രം, ഉറപ്പുള്ളത് മാത്രം നിങ്ങൾ എഴുതി ആ മാർക്ക് നിങ്ങളുടെ പോക്കറ്റിൽ ആക്ച്വലി ആക്കിയതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, രണ്ടാമത്തെ റൗണ്ടിൽ നിങ്ങൾ ബാക്കിയുള്ള അത്ര അറിയാത്ത ചോദ്യങ്ങൾ നിങ്ങൾ എഴുതുക. അവിടെ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് കുറച്ചൊക്കെ എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങൾ ഉണ്ടാവുമല്ലോ, അത് നിങ്ങൾ ആദ്യം എഴുതി തീർത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, തീരെ അറിയാത്തതിലേക്ക് കടന്നാൽ മതി. ഇത് പ്രാക്ടിക്കലി നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ 2 ഓപ്ഷൻസ് ഉണ്ടാവും. അത് നിങ്ങൾ കുറച്ച് നിങ്ങളുടെ ബുദ്ധി കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാവുന്നുള്ളൂ. അതായത് നിങ്ങൾ നോക്കുമ്പോൾ ഈ അവസാനത്തെ സെക്ഷനിലെ 2 സെക്ഷനിൽ നിങ്ങൾക്ക് ഭയങ്കര ഈസിയാണ്, എളുപ്പത്തിൽ എഴുതാവുന്നുള്ളൂ, കണ്ണും പൂട്ടി എഴുതാം. അങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യുക, ആ അവസാനത്തെ 2 സെക്ഷൻ, സെക്ഷൻ 4ഉം സെക്ഷൻ 5 വെച്ചിട്ട് എക്സാം പേപ്പർ സ്റ്റാർട്ട് ചെയ്യുക. ഈ 1ഉം 2ഉം ഒക്കെ പിന്നെ നമുക്ക് എഴുതാം. പക്ഷെ ഇവിടെ എങ്ങനെ ചെയ്യുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, സെക്ഷൻ 4 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ സെക്ഷൻ 4 തീർത്തിട്ട് നിങ്ങൾ നമ്മൾ സെക്ഷൻ 5ലേക്ക് പോകാൻ പാടുള്ളൂ. ഇനി നിങ്ങൾ തീർത്തിട്ടാലും കുഴപ്പമില്ല. സെക്ഷൻ 4 സ്റ്റാർട്ട് ചെയ്യുന്നത് 13ാമത്തെ ചോദ്യത്തിലാണെങ്കിൽ നിങ്ങൾ 13 എഴുതുക, അതിന്റെ ആൻസർ എഴുതുക. 14 നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അല്ലെ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ 14 നല്ലോണം സ്ഥലം വിടുക. നിങ്ങൾ അര പേജോ 1 പേജോ എത്ര വേണം വിട്ടോ. എന്നിട്ട് 15, അതായത് ആ ഒരു സെക്ഷനിൽ ടീച്ചർ പേപ്പർ കറക്റ്റ് സമയത്ത് അത് ഓർഡറിലായിരിക്കണം. അവിടെ 13, പിന്നെ 17, പിന്നെ 21 ആ രീതിയിലാവരുത്. അപ്പോൾ ഒരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓർഡറിൽ തന്നെ ചെയ്യുക. അതിൽ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ സ്പേസ് വിടുക. നിങ്ങൾ വേണം എക്സ്ട്രാ സ്പേസ് വിട്ടോളൂ. കാരണം നിങ്ങൾ ആക്ച്വലി ആൻസർ ചെയ്താണെങ്കിൽ ചിലപ്പോൾ എക്സ്ട്രാ സ്പേസ് ഒക്കെ വേണ്ടി വരാം. അപ്പോൾ അതിന് വേണ്ടി എക്സ്ട്രാ സ്പേസ് വിട്ട് ഒരു കുഴപ്പമുണ്ടാവില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. എന്നിട്ട് വിത്തിൻ ദാറ്റ് സെക്ഷൻ നിങ്ങൾ ഓർഡറിൽ എഴുതാം. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യത്തെ 2 സെക്ഷൻ നിങ്ങൾ തീർത്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള സെക്ഷനിലേക്ക് പോവാം. അങ്ങനെ ഫസ്റ്റ് റൗണ്ടിൽ ഓരോ സെക്ഷനിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള ആൻസേഴ്സ് എഴുതിയതിനു ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് രണ്ടാമത്തെ റൗണ്ടിൽ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ അല്ലെ ചെയ്യാത്ത ചോദ്യങ്ങളുടെ ആൻസർ എഴുതാം. ഇതൊരു അപ്രോച്ചാണ്. രണ്ടാമത്തെ അപ്രോച്ച് എന്ന് വെച്ചാൽ നിങ്ങൾ ഓർഡർ വൈസ് തന്നെയാണ് പോകുന്നത്. അതായത് സെക്ഷൻ 1 നിങ്ങൾ എഴുതുന്നു, ഹെഡിംഗ് ഒക്കെ എഴുതി വെക്കുന്നു. 1 മാർക്കിന്റെ ചോദ്യങ്ങളിൽ ഒരു 5 ചോദ്യം ഉണ്ടായി, 3 എണ്ണം നിങ്ങൾക്ക് അറിയുള്ളൂ, 3 എണ്ണം നിങ്ങൾ എഴുതുന്നു, ബാക്കിയുള്ളതിന് സ്ഥലം വിടുന്നു. അതേപോലെ രണ്ടാമത്തെ സെക്ഷനും നിങ്ങൾ ഓർഡറിൽ തന്നെ എഴുതുന്നു, അതിൽ അറിയുന്ന മാത്രം എഴുതുന്നു, ബാക്കിയുള്ളതിന് സ്ഥലം വിടുന്നു. ഇങ്ങനെ സ്ഥലം വിട്ട് കുറച്ച് എക്സ്ട്രാ സ്ഥലം വിടുക. അപ്പൊ പിന്നെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ വിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈസിലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് ഓർഡറിൽ തന്നെ ഈ മൊത്തം പേപ്പർ ഫസ്റ്റ് റൗണ്ട് തീർക്കാം, മാർക്ക് നമ്മുടെ പോക്കറ്റിലാക്കാം, ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ആ കോൺഫിഡൻസോട് കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ രണ്ടാമത്തെ റൗണ്ടിൽ നിങ്ങൾ ആ ഒരു സ്ഥലങ്ങളിൽ നിങ്ങൾ മിസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. അപ്പോൾ ഇതിൽ ഏത് അപ്രോച്ച് എടുക്കണം എന്നുള്ള കാര്യം നിങ്ങളുടെ ചോയ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ നിങ്ങളുടെ ഒരു കംഫർട്ട് സോൺ ഏതാണെന്ന്, അതിനനുസരിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഏത് യൂസ് ചെയ്താലും കുഴപ്പമില്ല, 2 എഫക്റ്റീവ് മെത്തേഡാണ്. ഈ മെത്തേഡിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണ്, നിങ്ങൾക്ക് അറിയുന്ന ചോദ്യത്തിന് മാർക്ക് നിങ്ങൾക്ക് കിട്ടി. ഒരിക്കലും നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥ വരില്ല. അതായത് പരീക്ഷാ പേപ്പർ കഴിയാനായി 10-20 മിനിറ്റേ ഉള്ളൂ, അവസാനത്തെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉറപ്പുള്ള ചോദ്യങ്ങൾ, വലിയ മാർക്കിന്റെ ചോദ്യങ്ങൾ, എസ് എ ചോദ്യങ്ങളൊക്കെ ഭയങ്കര ഈസി ആയിട്ടുള്ള ചോദ്യങ്ങൾ എഴുതാൻ പറ്റാത്ത അവസ്ഥ നിങ്ങൾക്ക് ഒരിക്കലും വരാൻ പോകുന്നില്ല ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്താൽ. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു പ്രശ്നം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സെക്ഷൻ വൈസ് ടൈം ലിമിറ്റ് എന്ത് ഉണ്ടാവില്ല, അതിന് കൃത്യമായൊരു ധാരണ ഉണ്ടാവില്ല. കാരണം നിങ്ങൾ സെക്ഷൻ 1 നിങ്ങൾ ഫുള്ള് ചെയ്യുന്നില്ല, അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് 2 മിനിറ്റ് എടുക്കുള്ളൂ. സെക്ഷൻ 2 നിങ്ങൾ ഫുള്ള് ചെയ്യുന്നില്ല. അപ്പൊ ആ ഒരു സന്ദർഭത്തിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു സിമ്പിൾ കാൽക്കുലേഷനും കൂടെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നുള്ളൂ. അതായത് സെക്ഷൻ 2 നിങ്ങൾ നോക്കണം, 2 മാർക്കിന് ചോദ്യങ്ങളാണ്, ടോട്ടൽ 10 മാർക്ക് ആയിരിക്കും നിങ്ങൾ എല്ലാം കൂടെ എഴുതിയാൽ കിട്ടുക. ദാറ്റ് ഈസ് ബേസിക്കലി 5 ചോദ്യങ്ങളല്ലേ എഴുതേണ്ടത്. അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ആൻസർ എനി 5 ഓഫ് ദി 7 എന്നും എല്ലാം കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ 5 ചോദ്യങ്ങൾ 20 മിനിറ്റ് ആണെങ്കിൽ നിങ്ങൾ എന്താണ്, ഒരു ചോദ്യത്തിന് 4 മിനിറ്റിന് മുകളിൽ പോണ്ട, അല്ലെ 5 മിനിറ്റ് മാക്സിമം, ആ ഒരു ധാരണ ഉണ്ടാക്കിയാലും മതി. അപ്പൊ അങ്ങനെയാണ് നിങ്ങൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ ജമ്പിൾഡ് ആയിട്ട് റൗണ്ട് 1 റൗണ്ട് 2 ഒക്കെയാണ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ, മിക്ക സമയത്തും നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാത്ത കുറേ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ആ മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യണം.
അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോ ക്വസ്റ്റ്യനും ഏതാണ്ട് എത്ര ടൈം എന്നുള്ള കാര്യം ഒന്ന് നിങ്ങൾ ഫിക്സ് ചെയ്താൽ അതും ഈ ഒരു കാൽക്കുലേഷൻ കിട്ടും. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ സെക്ഷൻ 3 3 മാർക്ക് ചോദ്യങ്ങളാണ്, 18 മാർക്സ് ആണ്. അപ്പോൾ 6 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അത് ഞാൻ ഇവിടെ ഈ കാൽക്കുലേഷൻ ഞാൻ മാനുവലി ചെയ്യണം, പേപ്പറിൽ നിങ്ങൾ മാനുവലി ചെയ്യേണ്ട ആവശ്യമില്ല. 6 ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, 40 മാർക്കാണ് ടോട്ടൽ ഉള്ളത്. നിങ്ങൾ 7 മിനിറ്റിന് മുകളിൽ പോകാൻ പാടില്ല. കാരണം 6 × 7 ആകുമ്പോൾ തന്നെ എന്തായി 42 മിനിറ്റ്. അപ്പോൾ 7 മിനിറ്റ് അല്ല 6 മിനിറ്റ് ആയിരിക്കണം ഏകദേശം ഒരു ചോദ്യത്തിന് നിങ്ങൾ കണക്ക് കൂട്ടേണ്ടത്. ഒരിക്കലും അത് എന്താകാൻ പാടില്ല, 10 മിനിറ്റോ 12 മിനിറ്റോ ആകാൻ പാടില്ല. പലപ്പോഴും അങ്ങനെ ആവാറുണ്ട്. അപ്പോഴാണ് ഈ ടൈം മാനേജ്മെന്റ് പ്രശ്നം വരുന്നത്. അപ്പോൾ എക്സാക്ട്ലി 7 മിനിറ്റ് തീർക്കണം എന്നല്ല പറയുന്നത്, പക്ഷെ അതിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ പോകാൻ പാടില്ല. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചേക്കുക. പിന്നെ കുട്ടികളുണ്ടാകുന്ന ഒരു മിസ്റ്റേക്കാണ് ഈ സങ്ക് കോസ്റ്റ് ഫാലസി എന്ന് പറഞ്ഞ സാധനം. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊരു സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തു, നല്ലൊരു സിനിമയാണെന്ന് വിചാരിച്ചിട്ട് നല്ല അടിപൊളി റിക്ലൈനർ സീറ്റ്സ് ഒക്കെ എടുത്ത് നല്ല പൈസ കൊടുത്തിട്ടാണ് വാങ്ങിച്ചത്. സിനിമ ഒരു പകുതി കണ്ടപ്പോഴത്തേക്ക് നിങ്ങൾ മനസ്സിലായി ഇത് വെറും ഫ്ലോപ്പ് പടമാണ്, ഇത് ഒന്നിനും കൊള്ളില്ല, നിങ്ങൾ തീരെ എൻജോയ് ചെയ്യുന്നില്ല. പക്ഷെ പൈസ അത്രയും കൊടുത്തു പോയല്ലോ, ഇനി അത് മുതലാക്കണമല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ ആ സിനിമ മുഴുവനായിട്ട് കാണുന്നു. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതൊരു മണ്ടത്തരല്ലേ ശരിക്കും. കാരണം നിങ്ങൾ പൈസ കൊടുത്തു വെച്ചിട്ട് നിങ്ങൾ ആ ഇഷ്ടമില്ലാത്ത മൂവി നിങ്ങൾ ഫുള്ള് കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് ഹാപ്പിനെസ് എന്തെങ്കിലും കൂടിയോ? നിങ്ങൾക്ക് വീണ്ടും ഒരു 1.5 മണിക്കൂറിന്റെ സഫറിങ്ങേ കൂടിയിട്ടുണ്ടാവുള്ളൂ. ഇതിനെയാണ് നമ്മൾ സങ്ക് കോസ്റ്റ് ഫാലസി എന്ന് വിളിക്കുന്നത്. അതായത് നമ്മൾ പൈസയോ അല്ലെ നമ്മുടെ സമയമോ ഒരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് തീർക്കണമല്ലോ, അത് മുതലാക്കണമല്ലോ എന്നുള്ള ഒരു ഫാലസിയാണ്, കുറച്ചൊരു മണ്ടത്തരാണ്. ഈ ഒരു മണ്ടത്തരം നിങ്ങൾ നിങ്ങളുടെ പരീക്ഷ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ 2 മാർക്കിന്റെ മാത്സിലെ ചോദ്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾ ആദ്യം വിചാരിച്ചത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇത് മുന്നോട്ട് പോകുന്നില്ല, ഇത് നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾ വിചാരിച്ച പോലെ അല്ല കാര്യങ്ങൾ. അപ്പൊ ശരിക്കും നമ്മൾ സ്മാർട്ടാണ്, നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഓക്കെ ഇത് ഞാൻ വിചാരിച്ച പോലെ അല്ല, ഞാൻ അവിടെ വിടാൻ പോവാണ്, കുറച്ച് സ്ഥലം വിടാം, ഞാൻ പിന്നീട് വന്ന് നോക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞ് അടുത്ത ചോദ്യത്തിലേക്കാണ് പോവുക. പക്ഷെ മിക്ക സമയത്തും നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല. നമ്മൾ വിചാരിക്കും അയ്യോ ഞാൻ ഇത്രയും ചെയ്തല്ലേ, ഇനി അത് അങ്ങോട്ട് എത്തിക്കാൻ നോക്കണ്ടേ, അല്ലെ വെറുതെ ഇത്രയും ഞാൻ ചെലവഴിച്ച സമയം പോവല്ലേ എന്ന് വിചാരിച്ചിട്ട് വീണ്ടും അതിന്റെ മുകളിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. എന്നിട്ടോ മിക്ക സമയത്ത് ആൻസർ കിട്ടുകയില്ല, നിങ്ങൾ ആ എക്സ്ട്രാ ടൈം കളയുകയും ചെയ്തു. ആ ഒരു എക്സ്ട്രാ ടൈം നിങ്ങൾക്ക് വല്ല 5 മാർക്കിന് 4 മാർക്കിനൊക്കെ ചോദ്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കായിരുന്നു. അതാണ് നിങ്ങൾ ഇവിടെ വെറുതെ കളഞ്ഞത്. അപ്പൊ ഈ സങ്ക് കോസ്റ്റ് ഫാലസി എന്ന് പറഞ്ഞ ഫാലസി മനസ്സിലാക്കണം. നിങ്ങളൊരു ചോദ്യം ചെയ്തു തുടങ്ങി, നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിച്ച് ചെയ്തു തുടങ്ങിയാലും ഇടയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ അതിന്റെ മുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് സമയം കളയരുത്. ആ സമയം നമുക്ക് പല ചോദ്യങ്ങൾക്ക്, വലിയ മാർക്കിന്റെ ചോദ്യങ്ങൾക്ക് ഉപയോഗിക്കാം എന്നുള്ള കാര്യം മനസ്സിലാക്കി അത് അവിടെ സ്ഥലം വിടുക. നമുക്ക് അവിടേക്ക് തിരിച്ചു വരാം, നമുക്ക് സമയമുണ്ടല്ലോ, നിങ്ങൾക്ക് അത് ശരിക്കും ജെനുവൻലി അറിയായിരുന്നെങ്കിൽ നമുക്ക് തിരിച്ചു വരുമ്പോൾ കിട്ടും, കുഴപ്പമില്ല എന്ന് വിട്ടിട്ട് വേണം നിങ്ങൾ അടുത്ത ചോദ്യത്തിലേക്ക് വേഗം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സങ്ക് കോസ്റ്റ് ഫാലസി മനസ്സിലാക്കുക, അത് പരീക്ഷാ പേപ്പറിൽ ഒരു കാരണവശാലും ഉണ്ടാക്കരുത്. നെക്സ്റ്റ് കാര്യമാണ്, നിങ്ങൾ ഈ ടെക്നിക്ക് ഒക്കെ ഉപയോഗിച്ചിട്ടും നിർഭാഗ്യവശാൽ പരീക്ഷാ പേപ്പർ ഭയങ്കര ലെങ്തിയാണ്. അവസാനം നോക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ കഷ്ടപ്പെട്ട് തത്രപ്പാടിൽ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കാണെങ്കിൽ അവസാനം 15 മിനിറ്റേ ഉള്ളൂ, കുറേ ആൻസർ ബാക്കിയുണ്ട് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ മിക്ക കുട്ടികളുണ്ടാക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വെപ്രാളത്തിൽ എന്തൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ സ്ട്രെസ്സിൽ എന്തൊക്കെയോ എഴുതി തീർക്കണമെന്ന് വെച്ചിട്ട് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും മെക്കാനിക്കലി. ഒരു കാരണവശാലും അത് ചെയ്യരുത്. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഭയങ്കര സ്ട്രെസ്സിൽ ഇങ്ങനെ എഴുതുമ്പോൾ മിക്ക കാര്യങ്ങളും നിങ്ങളുടെ ബ്രെയിൻ മറന്നു പോകും. മാത്രമല്ല എന്തെങ്കിലും മണ്ടത്തരമായിരിക്കും നിങ്ങൾ എഴുതി വെക്കുന്നത്. കാൽക്കുലേഷൻ ഒക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മിസ്റ്റേക്ക് എന്തായാലും ഇന്നേവിറ്റബിളി ഉണ്ടാക്കും. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് പോസ് ചെയ്യുക, ഒരു 5 സെക്കൻഡേക്ക് പോസ് ചെയ്തിട്ട് ഒരു ഡീപ്പ് ബ്രത്ത് അങ്ങോട്ട് എടുക്കുക. വേണമെങ്കിൽ 2-3 എണ്ണം കൂടെ എക്സ്ട്രാ അങ്ങോട്ട് എടുത്തേക്കുക. ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ബോഡിയിലുള്ള ആ സ്ട്രെസ് ഹോർമോൺസ് ഒക്കെ, കോർട്ടിസോൾ പോലത്തെ സാധനങ്ങളൊക്കെ മെല്ലെ ഒന്ന് വൈപ്പ് ഔട്ട് ആയിക്കോളും. നമ്മുടെ ബോഡി മൈൻഡും സ്ലൈറ്റ്ലി ഒന്ന് റിലാക്സ്ഡ് ആവും. ആ റിലാക്സ് സ്റ്റേറ്റിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആൻസർ എഴുതാനല്ല, ഞാൻ എഴുതുന്ന ആൻസർ ആക്ച്വലി എനിക്ക് വാല്യൂബിൾ ആണോ, ഞാൻ 1 മാർക്കിന് വെറുതെ ആൻസർ എഴുതി തീർക്കാൻ വേണ്ടിയിട്ടാണോ അല്ലെ സമയം കളയുന്നത്, അല്ലെ 5 മാർക്കിന്റെ എനിക്ക് എസ്സേ അവിടെ കിടപ്പുണ്ടോ എന്ന് ചിന്തിച്ച് ഏറ്റവും ഹൈ വാല്യൂ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, ആ സമയത്ത് സമാധാനപരമായിട്ട് ആൻസർ ചെയ്യാം. അനാവശ്യമായുള്ള പോയിന്റ്സ് ഒക്കെ ആഡ് ചെയ്യാതെ എങ്ങനെ എനിക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ആൻസറിന്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഭാഗം ഒന്ന് എഴുതാം എന്നുള്ള കാര്യം ചിന്തിക്കുക. അപ്പോൾ ആ ക്ലാരിറ്റി ഓഫ് തോട്ട് നിങ്ങൾക്ക് കിട്ടിയാലേ നിങ്ങൾക്ക് ഈ പരിപാടിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പേപ്പർ 15 മിനിറ്റ് ബാക്കിയുള്ളപ്പോൾ മാക്സിമം നിങ്ങൾക്ക് ബെനിഫിറ്റ് മാർക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ക്ലാരിറ്റി ഓഫ് തോട്ട് വേണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടി റിലാക്സ്ഡ് ആവണം. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു 5 സെക്കൻഡത്തേക്ക് എന്ത് ചെയ്യുക, ജസ്റ്റ് ബ്രീത്ത്, അത്രേ ഉള്ളൂ. ഇനി അവസാനം കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ പറയാനുള്ളത്, നിങ്ങൾ അവസാനത്തേക്ക് വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് അവസാനത്തേക്ക് നിങ്ങൾ വെക്കാതെ പരീക്ഷാ പേപ്പറിന്റെ ഇടയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വലിയൊരു മണ്ടത്തരം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, പ്രത്യേകിച്ച് എക്സാം ലെങ്തി ആയിട്ടൊക്കെ വരുന്ന സമയത്ത്. ഒന്ന്, ചെക്കിംഗ് ഓർ ഡൂയിങ് കാൽക്കുലേഷൻ. ഇപ്പോൾ ചില ചോദ്യങ്ങൾ നിങ്ങൾ ഫിസിക്സ് ആയിക്കോട്ടെ മാത്സ് ആയിക്കോട്ടെ കാൽക്കുലേഷൻ ഭയങ്കര ബുദ്ധിമുട്ടായി വരികയാണെങ്കിൽ, ഡിവിഷനൊക്കെ ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ പല കുട്ടികളും ചോദിച്ചാൽ അതിങ്ങനെ കിട്ടാൻ വേണ്ടി, കാരണം നേരത്തെ പറഞ്ഞ സങ്ക് കോസ്റ്റ് ഫാലസി തുടങ്ങിപ്പോയില്ല, ഇനിയിപ്പോൾ അത് കിട്ടിയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ സമയം കളയും.
ഒരു കാരണവശാലും ചെയ്യരുത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ടീച്ചർ നിങ്ങളുടെ സ്റ്റെപ്പുകൾക്കാണ് മാർക്ക് തരിക. അപ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ തുടങ്ങിയപ്പോൾ സമയത്ത് നിങ്ങൾ എഴുതിയ കുറച്ച് ഗിവൺ വാല്യൂസ് ഉണ്ടാവും, നിങ്ങൾ എഴുതിയ ഫോർമുല ഉണ്ടാവും, നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ തന്നെ മിക്കവാറും 4 മാർക്കിന്റെ ഒരു 3 മാർക്കിന്റെ ചോദ്യമാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ 80% മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. നിങ്ങൾ കഷ്ടപ്പെട്ട് കാൽക്കുലേഷൻ ചെയ്ത് ഫൈനൽ ആൻസർ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ള 20% ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. പക്ഷെ അതിനുവേണ്ടി നിങ്ങൾ എത്ര സമയമായിരിക്കും കളയുന്നുണ്ടാവുക? നിങ്ങൾ ചിലപ്പോൾ 10-20 മിനിറ്റോ വെറുതെ ഇങ്ങനെ ഇരുന്ന് കളിയായിരിക്കും ചെയ്യുക. അപ്പോൾ ഒരു കാരണവശാലും ചെയ്യരുത്. എവിടെയെങ്കിലും കാൽക്കുലേഷനിലോ അല്ലെങ്കിൽ എങ്ങനത്തെ കാര്യത്തിലോ വല്ല സ്റ്റക്ക് ആയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ വിടുക. കാരണം നിങ്ങൾ ഓൾറെഡി ആ ചോദ്യത്തിന്റെ നല്ലൊരു ശതമാനം മാർക്ക് ഓൾറെഡി വാങ്ങിച്ചു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള മാർക്ക് ഉണ്ടാക്കിയതിനു ശേഷം നമുക്ക് ഇവിടെ തിരിച്ചു വരാം. ഇത് കാൽക്കുലേഷൻ കിട്ടാത്തവർക്ക്. ഇനി വേറെ കൂട്ടം ആൾക്കാരുണ്ട്, അതായത് കാൽക്കുലേഷൻ മൊത്തം ചെയ്ത് കഴിഞ്ഞ് വീണ്ടും വീണ്ടും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ ചെക്ക് ചെയ്തോ, പക്ഷെ ഇപ്പോഴല്ല, അത് പരീക്ഷ കഴിഞ്ഞിട്ട്, അതായത് പരീക്ഷ കഴിഞ്ഞാൽ ബാക്കി എല്ലാ ചോദ്യങ്ങളും എഴുതി അതൊക്കെ മാർക്ക് ഉറപ്പിച്ചതിന് ശേഷം നിങ്ങൾ വന്ന് ചെക്ക് ചെയ്തോളാം. നിങ്ങൾ വേണം നോട്ട് ചെയ്ത് വെച്ചാൽ ചെക്ക് ചെയ്യാനുണ്ട് എന്നുള്ള കാര്യം, ആൻസർ പേപ്പറിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പം ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഈ ചെക്കിങ്ങോ കാൽക്കുലേഷനോ സ്റ്റക്ക് ആയി കഴിഞ്ഞാൽ അവിടെ വെച്ച് ചെയ്യരുത്, അതൊക്കെ അവസാനത്തേക്ക് ചെയ്യേണ്ടതാണ്. സിമിലർലി ചെക്കിംഗ് ഓർ റൈറ്റിംഗ് ഫൈനൽ ആൻസർ. ഇപ്പൊ ചില ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്തു വന്നിട്ട് ഫിസിക്സിലെ ഡെറിവേഷൻ ആയിക്കോട്ടെ, മാത്സിലെ ലാസ്റ്റ് ആൻസർ ആയിക്കോട്ടെ, അത് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ അതും നിങ്ങൾ അവസാനത്തേക്ക് വിടുക. കാരണം അതിനൊക്കെ വളരെ കുറച്ച് മാർക്കേ ഉള്ളൂ. 4 മാർക്കിന് ചോദിച്ചാൽ ചിലപ്പോൾ 1/2 മാർക്കായിരിക്കും നിങ്ങൾ ഫൈനൽ ആൻസർ എഴുതുന്നതിന് കിട്ടുന്നത്. അപ്പൊ അതൊക്കെ അവിടെ വെച്ചിട്ട് അത് അവസാനം വന്ന് നോക്കുക. ഈ ഫൈനൽ ആൻസർ ചെക്ക് ചെയ്യുന്നതും, അല്ലെങ്കിൽ ഈ സോഷ്യലിലൊക്കെ നിങ്ങൾ വലിയ എസ് എഴുതിയിട്ട് ചെക്ക് ചെയ്യുന്നതും, ഇംഗ്ലീഷിൽ നിങ്ങൾ ഫോർമാറ്റുള്ള ചെക്ക് ചെയ്യുന്നതൊക്കെ അതൊന്നും നിങ്ങൾ അപ്പം ചെയ്യാൻ നിൽക്കണ്ട. കാരണം അത് നിങ്ങൾ അവിടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈം മാനേജ്മെന്റ് ഒരു പ്രശ്നമായിരിക്കും, നിങ്ങൾക്ക് ടൈം കിട്ടില്ല. അപ്പൊ അതൊക്കെ നമുക്ക് അവസാനത്തേക്ക് വെക്കാം. ഒരിക്കലും അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കുറെ സമയം കളയരുത്. ഒറ്റ നോട്ടത്തിൽ വല്ല എന്തെങ്കിലും കിട്ടുന്നുണ്ട് കിട്ടുക, അല്ലാണ്ട് ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് നോക്കി സമയം കളയാൻ വേണ്ടി പോകരുത്. നെക്സ്റ്റ് കാര്യമാണ് ഇംഗ്ലീഷിലും സോഷ്യലിലും കുറെ എഴുതേണ്ട, ഇപ്പൊ ബയോളജിയിലൊക്കെ നിങ്ങൾ കുറെ എഴുതേണ്ട ചോദ്യങ്ങളുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ആ ഫുൾ ആൻസർ അപ്പം തന്നെ എഴുതി തീർക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുകയൊന്നും വേണ്ട. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആ ഒരു ഇംഗ്ലീഷിൽ അല്ലെ സോഷ്യലിലെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതി കഴിഞ്ഞാൽ എക്സ്ട്രാ കാര്യങ്ങൾ നമുക്ക് എഴുതാൻ തോന്നില്ലേ, നമ്മൾ അറിയുന്ന എല്ലാ വിവരവും കൂടെ, അത് നിങ്ങൾ അപ്പോൾ എഴുതണ്ട. ആ എക്സ്ട്രാ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ അവസാനം എഴുതിയാൽ മതി. അതിന് വേണ്ടി അവസാനം 10 മിനിറ്റ് നിങ്ങൾ കണക്കാക്കുക, എന്നിട്ട് എഴുതിയാൽ മതി. അപ്പം മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ അവിടെ കൺക്ലൂഡ് ചെയ്ത് തീർക്കുക. കാരണം നിങ്ങൾ കൂടുതൽ എഴുതിയോണ്ട് മിക്ക സമയത്ത് നിങ്ങൾക്ക് മാർക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. എന്നാലും നിങ്ങൾക്കൊരു കൂടുതൽ എഴുതണം, എനിക്ക് അറിയാം എന്ന് കാണിക്കണമെങ്കിൽ നിങ്ങൾ അപ്പം എഴുതണ്ട, നിങ്ങൾ അതിനൊരു സ്ഥലം വിടുക. എന്നിട്ട് അവസാനം വന്നിട്ട് നിങ്ങൾക്ക് എക്സ്ട്രാ സമയം കിട്ടുമ്പോൾ എഴുതിയാൽ മതി. നിങ്ങൾ അപ്പോഴും ഇപ്പോൾ 2 മാർക്കിന് 3 മാർക്ക് ചോദ്യത്തിന് കുറേ എഴുതാൻ വേണ്ടി സമയം കളഞ്ഞാൽ 5 മാർക്കിനും 4 മാർക്കിനും ചോദ്യത്തിന് സമയമാണ് നിങ്ങൾ കളയുന്നുള്ളതിൻ്റെ ഒരു ബോധം വേണം. മിക്ക സമയത്ത് ഇംഗ്ലീഷ് പരീക്ഷയിലും സോഷ്യൽ പരീക്ഷയിലും കുട്ടികൾക്ക് ബുദ്ധിമുട്ട് വരിക ഈ ഒരു പ്രശ്നം കൊണ്ടാണ്. കാരണം ഈ ചെറിയ മാർക്കിന്റെ ചോദ്യം കുറേ എഴുതും, വലിയ മാർക്കിന്റെ ചോദ്യം എഴുതാനുള്ള സമയം ഉണ്ടാവില്ല. അപ്പൊ അതിനുവേണ്ടി സ്ഥലം വിടുക. ഇനി അവസാന സമയം കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യണം, അത് വേഗം കൺക്ലൂഡ് ചെയ്യുക. നിങ്ങൾ അല്ല തന്നെ അതല്ലേ ചെയ്യാൻ പോകുന്നത്, അപ്പൊ കൺക്ലൂഡ് ചെയ്തേക്ക് വേഗം, അത്രേ ഉള്ളൂ. റീഡിങ് ആൻസേഴ്സ്, എഴുതിയ ആൻസർ വീണ്ടും വീണ്ടും വായിക്കുക, അതൊക്കെ അവസാനം ചെയ്യേണ്ടതാണ്. പിന്നെ അണ്ടർലൈനിങ് ബോക്സ് ഒക്കെ വരയ്ക്കുന്ന കാര്യം വളരെ നല്ല കാര്യമാണ്. പക്ഷെ അതിനുവേണ്ടി കുറേ സമയം എടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അത് അവസാനം ചെയ്യുക. പെട്ടെന്ന് അപ്പം എഴുതി പോകുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പം തന്നെ ചെയ്തോളൂ, അത് നിങ്ങളുടെ ഇതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ടഫ് ചോദ്യങ്ങൾ എന്തായാലും നിങ്ങളുടെ പേപ്പറിൽ ഉണ്ടാവും. അത് നെസസറിലി ടഫ് ആവണമെന്നില്ല, നിങ്ങൾക്ക് കിട്ടാത്തതാവാം. അങ്ങനത്തെ ചോദ്യങ്ങളും സ്കിപ്പ് ചെയ്യുക. അത് അവസാനം നമുക്ക് ചിന്തിക്കാം അതിനെ പറ്റിയിട്ട്. സ്ഥലം ഇഷ്ടം പോലെ കിട്ടോ, അവിടെ 2 പേജ് കിട്ടോ. പക്ഷെ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, അത് അപ്പോൾ ചെയ്യരുത്. എക്സാമിന്റെ ഓർഡറിൽ നിങ്ങൾ ചെയ്തു പോകുമ്പോൾ ചെയ്യരുത്. നിങ്ങൾ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യാണ്. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ട, ടഫ് ചോദ്യം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എക്സ്ട്രാ മാർക്ക് ടീച്ചർ തരാൻ പോകുന്നുണ്ടോ? ഇല്ല. അതേ ലെവലുള്ള ഒരു ഈസി ചോദ്യം അവസാനം കിടപ്പുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ കൂടുതൽ മാർക്കിൽ കിടപ്പുണ്ടാവും. അത് ചെയ്താലും നിങ്ങൾക്ക് കൂടുതൽ ബെനിഫിറ്റ് ഉള്ളത്. അപ്പോൾ ബെനിഫിറ്റ് ആണ് നമ്മൾ ഇവിടെ മാക്സിമൈസ് ചെയ്യേണ്ടത്. പിന്നെ അവസാനം കുറച്ച് ടിപ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. കൂടുതൽ ടഫ് ചോദ്യം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആൻസർ കൂടുതൽ മാർക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. ലെങ്ത്തിനനുസരിച്ച് ആൻസർ ചെയ്യുക. 2 മാർക്കിന്റെ 2 മാർക്കിനുള്ള മതി. മിക്ക സമയത്ത് 2 മാർക്കിന് ചോദ്യങ്ങൾ 3 to 4 സെന്റൻസ് മാക്സിമം മതിയാവും, അത് നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അതല്ലാതെ വലിയൊരു പാരഗ്രാഫ് എഴുതി വെക്കുക, എസ് ഒന്നും എഴുതി വെക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അറിയുന്ന എല്ലാ കാര്യവും അവിടെ കാണിക്കേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ, അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ടൈം ആയിരിക്കും പ്രശ്നമാവുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ സ്കിപ്പ് ചെയ്യുക, അഗ്രസീവ്ലി സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അതൊരു ശീലമാക്കുക കേട്ടോ. ഇനിയുള്ള പരീക്ഷകളിൽ അതൊരു ശീലമാക്കി തുടങ്ങിയാലാണ് നിങ്ങൾക്ക് ബാക്കിയുള്ള പരീക്ഷകൾ അത് ചെയ്യാൻ പറ്റുക. സ്കിപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് എഴുതാതിരിക്കണം എന്നല്ല, അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, സ്ഥലം വിടുക, എന്നിട്ട് നമുക്ക് എഴുതാം. മിക്ക സമയത്തും നിങ്ങൾ കുറച്ച് ക്ലാരിറ്റിയോടുകൂടെ 2ാമത്തെ റൗണ്ടിൽ വന്ന് എഴുതുമ്പോഴാണ് നമുക്ക് എന്താണ് അത് കിട്ടും, എന്തെങ്കിലും കിട്ടും. ഫുൾ ആൻസർ കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കാനുള്ള സംഗതി കിട്ടും. സ്ട്രെസ്ഡ് ആയിട്ട് നമ്മളിങ്ങനെ അറിയില്ല എഴുതി തീർക്കണമെന്ന് വിചാരിക്കുമ്പോൾ നമുക്കൊന്നും കിട്ടില്ല. ഓക്കെ, ലാസ്റ്റ് കാര്യം, ഒരു അവയർനെസ് ഉണ്ടായിരിക്കണം. മൊത്തത്തിൽ എത്രയാണ് ഇപ്പോൾ സമയം, ഞാൻ എവിടെ വരെ എത്തി, അതിന് ആ സെക്ഷൻ വൈസ് ലിമിറ്റ് നിങ്ങൾ ഉണ്ടാക്കുന്നത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ആ ഒരു അവയർനെസ്സോട് കൂടെ വേണം നിങ്ങൾ ഓരോ നിമിഷവും ഓരോ സെക്ഷൻ കഴിയുമ്പോൾ അല്ലെ ഓരോ ചോദ്യം കഴിയുമ്പോഴും പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പരിപാടികളൊക്കെ സിമ്പിൾ കാര്യങ്ങളാണ്, ഒന്നും ഭയങ്കര റോക്കറ്റ് സയൻസ് ഒന്നുമല്ല, ആക്ച്വലി ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എൻ്റെ സ്കൂൾ ലൈഫിൽ ഞാൻ പരീക്ഷ എഴുതുമ്പോൾ ഇത്രയും സയന്റിഫിക്കലി ഒന്നും ചെയ്തില്ലെങ്കിലും ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്തത്. മിക്ക കുട്ടികളും നമ്മൾ പരീക്ഷയിൽ മാർക്കൊക്കെ വാങ്ങുന്ന കുട്ടികൾ നോക്കുകയാണെങ്കിൽ അവരൊക്കെ ഫോളോ ചെയ്ത ഒരു മെത്തേഡാണിത്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം ഡേയ്സിൽ ഈസി ആയിട്ട് ഫോളോ ചെയ്യാവുന്നുള്ളൂ. ഇത് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇനി ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ
പരീക്ഷയിൽ ടൈം കിട്ടിയില്ല എന്നുള്ള പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആക്ച്വലി യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ നെക്സ്റ്റ് പരീക്ഷയിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്തു നോക്കുക. ഇത് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് ഓൾ ദി ബെസ്റ്റ്.